ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. അതിരപ്പിള്ളിയിലുണ്ടായ കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞതിൽ പ്രതിഷേധിച്ച് ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാത ഉപരോധിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. അരൂർ മൊഴി വെറ്റിലപ്പാറ 13-ലാണ് നാട്ടുകാരും സംയുക്ത സമരസമിതിയും ചേർന്ന് വഴിതടയൽ സമരം സംഘടിപ്പിച്ചത്. കളക്ടറോ വനം മന്ത്രിയോ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സംഭവസ്ഥലം സന്ദർശിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു സമരസമിതി. ജനകീയ സമരം നാടിന്റെ പ്രതിഷേധം. ജനകീയ സമരം സിന്ദാബാദ്. ജനകീയ സമരം സിന്ദാബാദ്. റോഡ് ഉപരോധം സിന്ദാബാദ്. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ജനപ്രതിനിധികളും നാട്ടുകാർക്കൊപ്പം സമരത്തിൽ പങ്കെടുത്തു. പ്രദേശത്തെ വന്യമൃഗശല്യം തടയുവാൻ ശാശ്വതമായ പരിഹാരം കാണുക, കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹന്റെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വഴിതടയൽ സമരം നടത്തിയത്. തുടർന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ ചാലക്കുടി MLA സനീഷ് കുമാറുമായി ഫോണിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് മണിക്കൂറുകൾ നീണ്ട സമരം അവസാനിപ്പിച്ചത്. മോഹനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ റേഡിയോ കോളർ ഘടിപ്പിച്ച് റീലൊക്കേറ്റ് ചെയ്യുമെന്നും തകരാറിലായ ഫെൻസിങ്ങുകൾ ഉടൻ പരിഹരിക്കുമെന്നും വനം വകുപ്പ് മന്ത്രി ഉറപ്പ് നൽകി. ഇതോടൊപ്പം വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി വരുന്ന 1-ാം തീയതി വനം മന്ത്രിയുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ ചാലക്കുടിയിൽ പ്രത്യേക യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു. ഫോറസ്റ്റ് മിനിസ്റ്റർ ഷിബു ബേബി ജോണിനെ വിളിച്ച് അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാന്യനായ വനം വകുപ്പ് മേധാവി പ്രിൻസിപ്പൽ CCF ശ്രീ രവീന്ദ്രൻ IFS അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയുണ്ട്. ഈ അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ട് 1-ാം തീയതി ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ തന്നെ നേരിട്ട് ചാലക്കുടിയിലെ ഇതുമായി ബന്ധപ്പെട്ട ഉന്നത അധികാരികളുടെ യോഗം വിളിച്ച് ചേർക്കാമെന്ന് അദ്ദേഹം നേരിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എന്ന ആളുകളും ഉന്നതമായ ഉദ്യോഗസ്ഥന്മാരുമായ യോഗത്തിൽ പങ്കെടുക്കും. ഈ ഉറപ്പുകൾ ലഭിച്ചതിന് പിന്നാലെയാണ് നാട്ടുകാർ പാത ഉപരോധം അവസാനിപ്പിച്ചത്. You are watching VCV News.